വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ. ആദ്യം ചെയ്യാനുള്ള രാവിലെ അലക്കിയിട്ട് ഈ തുണികളെല്ലാം കൂടെ പെറുക്കി എടുക്കലാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ട് പേപ്പർ പോലെ ആയിട്ടുണ്ട്. ഒത്തിരി തുണികൾ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിന് ചുറ്റും അയ കിട്ടിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ. തുണിയൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം വീടിന്റെ 4 പാടും അടിച്ച് വൃത്തിയാക്കലാണ് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീടിന്റെ ചുറ്റും മേട്ടുകാപ്പിയാണ്. അതുകൊണ്ട് നിറച്ച് ഇല വീണ് കിടപ്പുണ്ടേ. അതുകൊണ്ട് കരിയിലയ്ക്ക് തീരെ ക്ഷാമമില്ലേ. പിന്നെ താളം തെറ്റിയിരിക്കുന്ന കുറച്ച് പച്ചക്കറിയുടെ കൂടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേ. ചീരയും പച്ചമുളകും വഴുതനയും കോവീസും വെണ്ടയൊക്കെയാണ് കേട്ടോ ഇത്. പുതിയതായിട്ട് നട്ടതും നമ്മൾ വിളവെടുക്കുന്നതും എല്ലാം ഉണ്ടേ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നിറച്ച് കരിയില വീണ് കിടപ്പുണ്ട് കേട്ടോ. അതെല്ലാം തൂത്തുവാരി എടുത്തു. പിന്നെ ഈ ഒരു പ്ലാന്റിന് ഞാൻ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു കേട്ടോ. അതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൾക്ക് ഒരു മാറ്റവും ഇല്ലാതെ കുറെ കാലമായിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് വഴുതനങ്ങയും പച്ചമുളകും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേ. പിന്നെ എന്താ നമ്മുടെ വീടിന്റെ ബാക്കി സ്ഥലമൊക്കെ ഒന്ന് തൂത്തുവാരിയിട്ടെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഒരുപാട് നേരം ചെയ്യാനുള്ള ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കുക എന്നുള്ളത്. മുഴുവൻ ഭാഗത്തുള്ള ചെടികൾക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൺഫ്യൂഷനാണ് കേട്ടോ, ഏതെങ്കിലും ചെടിയെ വിട്ടുപോയിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് സമയം എടുത്ത് സാവധാനമാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രോസസ്സ് ചെയ്യാറ്. നമ്മുടെ വീടിന്റെ മുൻഭാഗത്തുള്ള ചെടികൾക്കൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. കടലാസ് റോസയും ബോൾസും മാസന്മാരെയും ക്രിസ്മസ് ചെടി അങ്ങനെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. ഈ സൈഡിലും മാറ്റമില്ലാതെ ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നട്ടിട്ടുള്ള എന്റെ വഴുതനയ്ക്കും പച്ചമുളകിനും ഒക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അധികം ഫോഴ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. പിന്നെ വീടിനോട് ചേർന്നിരിക്കുന്ന തണലത്തിരിക്കുന്ന ഈ പ്ലാന്റ്സിനും കൂടെ ഒഴിച്ചു കൊടുത്തേ. അവസാനമായിട്ട് ഇവർക്കും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. ഇതോടെ എന്റെ ടാസ്ക് തീർന്നു.